morning, good afternoon and good evening everyone. So ഇന്ന് നമ്മൾ PYQന്റെ പുതിയ സെഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലർ സ്ട്രക്ചർ ക്ലാസ് 11ന്റെ ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. So first question, what is meant by dipole moment? എന്താണ് ഡൈപോൾ മൊമെന്റ്? ഓക്കെ, when equal and opposite charges ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത് ഡൈപോൾ മൊമെന്റ്. ആൻഡ് നമ്മൾ എങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഡൈപോൾ മൊമെന്റിന്റെ കാൽക്കുലേഷൻ? mu is equal to q into r. q എന്താണ്? ചാർജ്, r ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, dipole moment of BF3 is 0 but that of NH3 is not 0. Why? ഓക്കെ, സോ BF3 നമ്മൾ എടുക്കുന്ന സമയത്ത് BF3ന്റെ സ്ട്രക്ചർ എന്താണ്? ട്രയഗണൽ പ്ലെനാർ സ്ട്രക്ചർ ആണ് അല്ലേ? ട്രയഗണൽ പ്ലെനാർ സ്ട്രക്ചർ ആണ്. ഓക്കെ, സോ നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് വരക്കുമ്പോൾ എപ്പോഴും നമ്മൾ എവിടെ നിന്നാണ് വരക്കുക? ഇലക്ട്രോ പോസിറ്റീവ് ടു ഇലക്ട്രോ നെഗറ്റീവ് അല്ലെ? ഇലക്ട്രോ നെഗറ്റീവ് ആയത്തിന്റെ അടുത്തേക്ക് ഇലക്ട്രോൺ പോകുന്ന രീതിയിലാണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും, ആൻഡ് ഇവിടെ ഇങ്ങനെയായിരിക്കും, ഇവിടെ ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് എന്താണ്? ഒരു വെക്ടർ ആണ്. സോ വെക്ടർ ക്വാണ്ടിറ്റി, ഈ രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? നമുക്ക് ലോസ് ഉണ്ടല്ലേ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്. അത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ റിസൾട്ടന്റ് കാണാൻ പറ്റും. സോ റിസൾട്ടന്റ് കാണുമ്പോൾ നമുക്ക് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടർ ഈ ഡയറക്ഷനിലാണ് കിട്ടുക, കാരണം ഇവർ രണ്ടുപേരും ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലേ? ആൻഡ് നമുക്ക് എന്തറിയാം? ആ സെയിം മാഗ്നിറ്റ്യൂഡിൽ തന്നെ ഇവിടെ മേലോട്ട് ഒരാളുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഇത് പ്ലസ് ഇത് സെയിം മാഗ്നിറ്റ്യൂഡില് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക? 0. സോ അതുകൊണ്ടാണ് BF3യുടെ ഡൈപോൾ മൊമെന്റ് എന്താവുന്നത്? 0 ആവാൻ കാരണം എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് വരുന്നത്. അപ്പൊ അവർ ക്യാൻസൽ ചെയ്തിട്ട് 0. ഇനി നമ്മൾ അമോണിയ എടുക്കുകയാണെങ്കിൽ അമോണിയന്റെ സ്ട്രക്ചർ എന്താണ്? ട്രയഗണൽ പ്ലെനാർ സ്ട്രക്ചർ ആണ്. കാരണം എന്താണ്? അമോണിയക്ക് ഒരു ലോൺ പെയർ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ നൈട്രജനും ഹൈഡ്രജനും കമ്പയർ ചെയ്യുമ്പോൾ അമോണിയക്കാണ് എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. സോ ഹൈഡ്രജനെല്ലാം അമോണിയയുടെ അടുത്തേക്കാണ് പോവുക. ആൻഡ് ലോൺ പെയറിനെ നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ. സോ എന്തായിരിക്കും റിസൾട്ടന്റ് വെക്ടർ? എന്തായാലും ഒരു വെക്ടർ അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ക്യാൻസൽ ആയി പോകാനൊന്നും ഒന്നുമില്ല. സോ നമുക്ക് എന്തായിരിക്കും? ഒരു നോൺ സീറോ വാല്യൂ ഉണ്ടായിരിക്കും ഡൈപോൾ മൊമെന്റിന്റെ അമോണിയക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The molecule of type AB2E2 has 2 bond pairs of electrons and 2 lone pairs of electrons. The most stable structure for this compound will be, and നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ tetrahedral, bent, and then square planar and square pyramidal. ഓക്കെ, സോ നമുക്കറിയാം BSCPR തിയറിയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്, എത്ര ലോൺ പെയർ, എത്ര ബോണ്ട് പെയർസ്, എന്തായിരിക്കും സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ AB2E2 എന്ന് പറഞ്ഞാൽ എന്താണ്? AB2E2 രണ്ട് ബോണ്ട് പെയറും രണ്ട് ലോൺ പെയറും ആണ് ഇതിലുള്ളത്. ഓക്കെ, സോ നമ്മൾ ടോട്ടൽ ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണുമ്പോൾ 4 ആണ്. സോ നമ്മൾ എക്സ്പെക്ടഡ് ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ് അല്ലേ? ബട്ട് ഇവിടെ സ്ട്രക്ചർ എന്താവൂല? ടെട്രാഹൈഡ്രൽ ആവൂല. കാരണം 4 ബോണ്ട് പെയർസ് അല്ല, 2 ലോൺ പെയർസ് ആണുള്ളത്. അപ്പൊ നമുക്കറിയാം BSCPR തിയറി പ്രകാരം ലോൺ പെയർ റിപ്പൽഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ, ബോണ്ട് പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. സോ അതുകൊണ്ട് എന്തായിരിക്കും? ലോൺ പെയർസും ബോണ്ട് പെയർസും തമ്മിൽ ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് നമ്മൾ മോളിക്യൂളിന്റെ സ്ട്രക്ചർ, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുക? ABന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഒരു ബെൻഡ് ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ കാരണം നമുക്ക് 2 ലോൺ പെയർസിനെയും ആസ് ഫാർ ആസ് പോസിബിൾ വെക്കണം, ആൻഡ് ലോൺ പെയറിനെയും ബോണ്ട് പെയറിനെയും നമുക്ക് മാക്സിമം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, സെയിം ആസ് വാട്ടറിന്റെ സ്ട്രക്ചറിന്റെ പോലെ. വാട്ടറിന്റെ സ്ട്രക്ചറിൽ എന്താണ്? ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, 2 ലോൺ പെയർ. ഓക്കെ, സെയിം ആണ്. ആൻഡ് നമുക്ക് ഇവിടെ ആൻസർ എന്തായിരിക്കും? ബെൻഡ് സ്ട്രക്ചർ ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, write the important postulates of BSCPR theory. BSCPR തിയറിയുടെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതും നമുക്ക് ടെക്സ്റ്റിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. BSCPR തിയറി ആയാലും അതിന്റെ പോസ്റ്റുലേറ്റ്സും ലിമിറ്റേഷൻസും ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് BSCPRന്റെ പോസ്റ്റുലേറ്റ്സും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഞാൻ
ചെറുതായിട്ട് ഞാൻ പറയാം. അതായത് VSEPR തിയറിന്റെ ഫസ്റ്റ് പോസ്റ്റേറ്റ് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ മോളിക്യൂളിലെ ജിയോമെട്രി വരുന്നത്. ആൻഡ് ഓൾസോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടായിരിക്കും. ആൻഡ് നമുക്ക് ലോൺ പെയർസും ബോണ്ട് പെയർസും ഉണ്ടെങ്കിൽ അവരുടെ റിപ്പൽഷന്റെ ഓർഡർ ഇതായിരിക്കും. ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോൺ പെയർസിനെയും ബോണ്ട് പെയർസിനെയൊക്കെ പറ്റാവുന്നിടത്തോളം ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യണം. ഓക്കെ, ആൻഡ് ബോണ്ട്സ് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ കുറയുമ്പം അവർ തമ്മിലുള്ള റിപ്പൽഷൻ കൂടും. ഇങ്ങനെ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ടെക്സ്റ്റിലുണ്ട്. സോ അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഏത് തിയറി ആയിക്കോട്ടെ നിങ്ങൾ പഠിക്കണം കേട്ടോ. സോ അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 11th ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കെമിക്കൽ ബോണ്ടിങ്. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. സോ ആരും ഇത് പഠിക്കാതെ പോകരുത്. ആൻഡ് PYQs ഒക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.